ഹലോ ഗായ്സ്, പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കാസർഗോഡ് നേരെ മലപ്പുറത്തേക്കാണ് ട്രെയിൻ കയറിയത് കേട്ടോ. ട്രെയിൻ കുറച്ച് നേരം ഉണ്ടായിരുന്നു, എന്നാലും കുഴപ്പമില്ല, കുറച്ച് ദൂരം ഉണ്ടായിരുന്നില്ല, അടിച്ചു പൊളിച്ചാണ് വന്നത്. നല്ല ക്ലൈമറ്റ് ആയിരുന്നല്ലോ. മലപ്പുറത്ത് ഞങ്ങൾ നേരെ ഇറങ്ങിയത് പരപ്പനങ്ങാടി എന്ന് പറയുന്ന റെയിൽവേ സ്റ്റേഷനിലാണ് കേട്ടോ. ഇന്ന് ഇവിടുന്നാണ് കുറച്ച് സ്ഥലങ്ങൾ കാണാനുള്ളത്. പരപ്പനങ്ങാടി വന്നു. മലപ്പുറത്ത് വന്നാൽ ഫസ്റ്റ് നമുക്ക് എന്താ ചെയ്യേണ്ടത്, ഒരു അടിപൊളി ബിരിയാണി കിട്ടും. നേരെ അതിനടുത്തുള്ള ഒരു റെഡ് റോസ് എന്ന് പറയുന്നൊരു കട ഉണ്ടായിരുന്നു. നേരെ കയറി നല്ലൊരു ചിക്കൻ ബിരിയാണി ഓർഡർ ചെയ്തു കേട്ടോ. ഒരു 15 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും ബിരിയാണി എത്തി കേട്ടോ. അച്ചാറും സലാഡും എല്ലാം ഉണ്ടായിരുന്നു. അടിപൊളി ബിരിയാണിയും കഴിച്ചു, ചൂടുവെള്ളം കുടിച്ചു. നേരെ ഓട്ടോ പിടിച്ചു, നേരെ വിട്ടു ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ. നമ്മൾ പോകുന്ന വഴിക്ക് പള്ളിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പള്ളിയും കുറേ തരിശ് ഭൂമികളും പിന്നെ ഹാർബർ പോലെ മീനൊക്കെ വിളിക്കുന്ന സ്ഥലമല്ലേ, ഹാർബർ ഏരിയയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് വേണം നമ്മുടെ ആ ഡെസ്റ്റിനേഷൻ എത്തിച്ചേരാൻ. അങ്ങനെ നമ്മൾ പരപ്പനങ്ങാടി ഹാർബറിലെത്തി കേട്ടോ. നല്ല നീളമുള്ള ഹാർബറാണ്, ഇഷ്ടംപോലെ ബോട്ടുകൾ കടലിലും ഉണ്ട് കരയിലും ഉണ്ട്. ഇതിൻ്റെ മറു സൈഡിലാണ് നമ്മുടെ പരപ്പനങ്ങാടി ബീച്ച്. നമുക്ക് അങ്ങോട്ടേക്ക് പോവാം. ആദ്യം ഈ ഹാർബർ ഒന്ന് ചുറ്റിക്കാണാം. അങ്ങനെ കുറച്ച് ദൂരം ബീച്ചിലേക്ക്, നമ്മുടെ ഹാർബറിൻ്റെ ബീച്ചുണ്ടല്ലോ, ആ സൈഡിലേക്ക് ഇറങ്ങി നടന്നപ്പോൾ കുറേ വേസ്റ്റുകൾ കിടപ്പുണ്ട് കരയിലൊക്കെ. ഈ മീനൊക്കെ വിൽക്കുന്നുണ്ട്, അതുകൊണ്ടായിരിക്കും. ഞാൻ മറു സൈഡിൽ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. ഞാൻ ആ സൈഡിൽ കൂടെ കുറച്ച് കല്ലൊക്കെ നിരത്തി കടലിലേക്കൊരു പാലം പോലെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ നൈസായിട്ട് അതിലേക്ക് ഇങ്ങനെ അങ്ങനത്തേക്ക് നടന്ന് പോയായിരുന്നു. കാരണം അതിൻ്റെ റൈറ്റ് സൈഡിൽ ഇഷ്ടംപോലെ ബോട്ടുകളുണ്ട്. അതായത് വലിയ വലിയ ബോട്ടുകൾ കടലിൽ ഇഷ്ടംപോലെ, കൂടുതലും കടലിൽ കിടക്കുകയാണ്. അതുകൊണ്ട് അതൊക്കെ കണ്ട് ഞാൻ പതിയെ ആ പാലത്തിൻ്റെ അതിലേക്ക് കൂടെ ഇങ്ങനെ നടന്നു കേട്ടോ. കുറേ ബോട്ടുകൾ കിടക്കുന്നുണ്ടപ്പോൾ ഒരു രസത്തിന് ഞാൻ വീഡിയോ ചെയ്ത് കേട്ടോ. നിങ്ങളൊന്ന് കണ്ടു നോക്കേ. എന്താ പറയാ, ഈ ബോട്ടിൽ 4:50 ഇറക്കിക്കൊണ്ട് പോവാം. 4:50 ഇറക്കാം. ഇതൊരു 3:25 എടുത്തോണ്ട് പോവാം. 3:25 ഫുൾ പേപ്പർ എടുത്തോണ്ട് പോവാം. ഇത് മോനെ, ഇത് 2003 മോഡല്, ഒരു 2:50 എടുത്തോണ്ട് പോവാം. 2:50 എടുത്തോണ്ട് പോവാം. പക്ക ഫുൾ പേപ്പർ. ചെറുത് അതത്ത് വില കൂടിയാണ്. സുസുക്കി മോട്ടർ 2001 ഫുൾ കണ്ടീഷൻ, മിൻറ്റ് കണ്ടീഷൻ. ഒരു 3:45 എടുത്തിട്ട് പോവാം. 45. നിങ്ങളെ വീഡിയോ കണ്ടു വരുന്നവർക്ക് ഒരു 3:20 എടുത്തിട്ട് പോവാം. ലാസ്റ്റ് ഒരു 1:50 എടുത്തിട്ട് പോവാം. അവിടെ നിന്ന് വീഡിയോ ഒക്കെ എടുത്ത് നോക്കിയിട്ട് പോകുള്ളത് തൂവൽത്തീരം ബീച്ചിലോട്ടോ. നമുക്ക് അങ്ങോട്ടേക്ക് പോകാം. അപ്പോൾ പരപ്പനങ്ങാടി ഹാർബറിൽ ഇറങ്ങിയിട്ട് അവിടുത്തെ വീഡിയോ ഒക്കെ എടുത്തിട്ട് നേരെ വന്നത് തൂവൽത്തീരം ബീച്ചിലാണ്. അവിടെ നിന്ന് ഏകദേശം 5 കിലോമീറ്റർ അപ്പുറത്താണ് തൂവൽത്തീരം ബീച്ചുള്ളത്. അപ്പോൾ അവിടെ ഒരു ഫ്ലോട്ടിംഗ് ബ്രിഡ്ജൊക്കെ ഉണ്ട് കേട്ടോ. നമ്മുടെ കോഴിക്കോടുള്ള പോലെ മലപ്പുറത്തൊരു ഫ്ലോട്ടിംഗ് ബ്രിഡ്ജൊക്കെ ഉണ്ട്. ഒരാൾക്ക് ഇതിൻ്റെ ടിക്കറ്റ് വരുന്നത് 120 രൂപയാണ്. കോഴിക്കോട് ബീച്ചുകളെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇവിടെയുള്ള ബീച്ചുകളിലൊക്കെ ആൾ കുറവാണ് കേട്ടോ. ആൾക്കാരത് കുറവാണ്. അതുകൊണ്ട് തന്നെ ബീച്ചൊക്കെ കാണാൻ നല്ല രസമാണ്. കുറേ നേരം ബീച്ചൊക്കെ കണ്ട് പതി അവിടെ നിന്ന് നമ്മൾ തിരിച്ചു. കാര്യം ഏകദേശം കാഴ്ച നമ്മൾ കണ്ടല്ലോ. ഇനി നമുക്ക് പോകേണ്ടത് കുറേ ദൂരം പോകാനുള്ളതാണ്. അപ്പോൾ അങ്ങനെ അതൊക്കെ കണ്ട് നേരെ ഒരു ഷെയർ ജീപ്പ് കിട്ടി. നമുക്ക് അടുത്ത പോകാനുള്ളത് ഒരു ഹൈ റേഞ്ച് പോർഷനാണ് കേട്ടോ. എല്ലാവർക്കും അറിയാമായിരിക്കും മലപ്പുറത്ത് ഏതാണ് ഹൈ റേഞ്ച് പോർഷൻ എന്ന്. നമുക്കിനി അവിടെ എത്തിയിട്ട് കാണാം. ഏകദേശം കുറേ ദൂരം ട്രാവൽ ചെയ്താണ് നമ്മൾ സ്പോട്ടിലെത്തി കേട്ടോ. വേറൊരു സ്ഥലമല്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ സ്വന്തം മിനി ഊട്ടി. ഏകദേശം ഊട്ടി കൊടൈക്കനാൽ പോലത്തെ ഒരു ക്ലൈമറ്റാണ് മിനി ഊട്ടിയിൽ. മലപ്പുറത്ത് വരുന്നവരെല്ലാം മിനി ഊട്ടി കണ്ടാൽ നല്ലതായിരിക്കും. അവിടെ മിസ്റ്റി ലാൻഡ് ഉണ്ട്, അവിടെ മറ്റേ ബ്രിഡ്ജുണ്ട് കേട്ടോ, ഗ്ലാസ് മിറർ ബ്രിഡ്ജുണ്ട്. ഒരു ബ്രിഡ്ജിൽ കയറാം. പിന്നെ അവിടെ കുറേ ആക്ടിവിറ്റീസൊക്കെ ഉണ്ട്, ഷൂട്ടിങ്, അങ്ങനത്തെ ചെറിയ ചെറിയ ആക്ടിവിറ്റീസ് ഇല്ല പിള്ളേർക്ക് കളിക്കാനുള്ള. അതൊക്കെ കാണാം, നല്ല രസമാണ് കേട്ടോ. ബ്രിഡ്ജിൽ നിന്ന് താഴോട്ടുള്ള വ്യൂ ഒക്കെ അടിപൊളിയാണ്, മസ്റ്റ് ട്രൈ ആണ്. വരുന്നവരെല്ലാം കയറുക, അതെല്ലാം കണ്ട് അവിടുത്തെ ബ്രിഡ്ജിലേക്ക് കയറി ആക്ടിവിറ്റീസൊക്കെ നേരെ ടാക്സി വിളിച്ച് നമ്മൾ നേരെ പോയത് റെയിൽവേ സ്റ്റേഷനോട്ടാണ്. ഹലോ ഗായ്സ്, അങ്ങനെ രാവിലെ തന്നെ നമ്മൾ തൃശ്ശൂർ എത്തി കേട്ടോ. നമ്മുടെ സ്വന്തം തൃശ്ശൂർ പേരൂർ. തൃശ്ശൂർ എത്തിയിട്ട് ആദ്യം നമ്മൾ കാണാൻ പോയത് ശക്തൻ തുമ്പനം കൊട്ടാരം കേട്ടോ. അത് കാണണമെന്ന് കുറേ നമ്മൾ ആഗ്രഹിക്കുകയായിരുന്നു. ഞാൻ ചെന്നപ്പോഴാണ് പണി കിട്ടിയത്, ക്ലോസ് ചെയ്തിട്ടേക്ക്. കൊട്ടാരത്തിൽ അറ്റകുറ്റപ്പണികൾ നടക്കുന്നുണ്ട്. ഇപ്പം നമുക്ക് അകത്തേക്ക് കയറാൻ പറ്റില്ല കേട്ടോ. എൻ്റെ പോകുന്ന വഴിക്കാണ്
തൃശ്ശൂർ കോർപ്പറേഷൻ സ്റ്റേഡിയം ഉണ്ട് കേട്ടോ. കൊട്ടാരത്തിന് കഴിഞ്ഞിട്ട് സ്റ്റേഡിയത്തിൻ്റെ സൈഡിൽ കൂടി വഴിയുണ്ട്. അപ്പോൾ അതിലെ പോയാലും നമുക്ക് സൂം മ്യൂസിയം ഒക്കെ ഉള്ള കോമ്പൗണ്ടിലേക്ക് ഉണ്ട്. ഇതാണ് മ്യൂസിയത്തിൻ്റെ ഫ്രണ്ട് എൻട്രൻസ് കേട്ടോ. ടൈമിങ് കൊടുത്തിട്ടുണ്ട്. സൂ രാവിലെ 9 മണി തൊട്ട് 5:15 വരെ ടിക്കറ്റ് കൊടുക്കും. മ്യൂസിയം 10 to 4. അപ്പോൾ ലെഫ്റ്റ് സൈഡിലാണ് ടിക്കറ്റ് കൗണ്ടർ കേട്ടോ. ടിക്കറ്റൊക്കെ എടുത്തു. ടിക്കറ്റ് എത്ര ഒരാൾക്ക്? അപ്പോൾ ടിക്കറ്റൊക്കെ എടുത്തു. ഒരാൾക്ക് 20 രൂപയാണ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ തത്തകളാണ്. വലിയ തത്തകളുടെ ഒരു ഏരിയയാണ്. കുറേ തത്തകളൊക്കെ ഉണ്ട് ഇവിടെ. തത്ത കഴിഞ്ഞുള്ള അടുത്ത കൂടുതൽ റിയ എന്ന് പറഞ്ഞിട്ടൊരു ജീവി കേട്ടോ. തെക്കേ അമേരിക്ക മാത്രം കണ്ടുവരുന്നൊരു ജീവി. കുറേ ഉണ്ട് ഇവിടെ. വയസ്സായൊക്കെ കാണാം. അതാ കയറാത്തായിരിക്കും. ശ്രീകൃഷ്ണ പരുന്ത്. പരുന്തല്ല, ആ പരുന്തല്ലത്. ഇതാണ് ചക്കിപ്പരുന്ത്. ചക്കിപ്പരുന്ത് ഇതിൻ്റെ ഒരു പ്രത്യേകത ഉണ്ട്. ഭയപ്പെടുത്തിയ ചത്ത പോലെ അഭിനയിക്കും. ഭയപ്പെടുത്തിയല്ലേ ഇത് മരിച്ച പോലെ അഭിനയിക്കും. ഇതോ പേടിയുള്ളതാണോ? അല്ല, അവരുടെ ഒരു ഡിഫൻസ് മെക്കാനിസം. ഇതാണ് കൂമൻ. ഇതാണ് മെയിൻ മുള്ളംപന്നി കേട്ടോ. ഇവിടെയുള്ള മുള്ളംപന്നിയുടെ നമ്മൾ അധികം അടുത്തേക്ക് പോകുന്നില്ല. ഇത് അപകടകാരിയാണ്. കലിപ്പായാൽ മുള്ളൊക്കെ കുടഞ്ഞ് നമുക്ക് ഭയങ്കര റിസ്ക്കാവും, സീനാവും. അപ്പോൾ വേറൊരു കൂട്ടിൽ കുറുക്കനുണ്ടായിരുന്നു കേട്ടോ. താവുന്നു. അകത്ത് പോയിട്ട് പുള്ളി വീണ്ടും വന്നു. 3 പേരുണ്ട്. അവർക്ക് ഇറച്ചിയൊക്കെ കഴിച്ചവരിങ്ങനെ നിൽക്കുക. അപ്പോൾ തിരുവനന്തപുരം സൂവിനെ അപേക്ഷിച്ച് ഭയങ്കര ചെറിയൊരു സൂ ആണ് കേട്ടോ. അത്ര വലുതൊന്നുമല്ല. കുറച്ച് മൃഗങ്ങളേ ഉള്ളൂ. സ്പെഷ്യൽ മൃഗങ്ങളൊന്നുമില്ല. കുറച്ച് കിളികളും പിന്നെ കുറുക്കൻ അങ്ങനെ കുറച്ച് കാര്യങ്ങളെ ഇവിടെ ഉള്ളൂ. ബാക്കി നമുക്ക് കണ്ടുപോക്കാം. വേറെ എന്തൊക്കെയോ ആ സൈഡിലുണ്ട്. അതും കൂടെ പോയി ഞങ്ങൾ കണ്ടുപോക്കിട്ട്. അതിൻ്റെ കുറുക്കൻ്റെ ഒക്കെ റൈറ്റ് സൈഡിലായിട്ട് കുറേ മരങ്ങളാണ് കേട്ടോ. ഒരു ആയുർവേദ ചെടികളും മരങ്ങളൊക്കെയാണ് ഇവിടെ. അപ്പോൾ അത് കഴിയുമ്പോൾ കുറച്ചുകൂടെ ഫ്രണ്ടിലോട്ട് നോക്കാം. ഇതിലായിട്ട് കുട്ടികൾക്കൊരു പാർക്കുണ്ട് അവിടെ, ചെറിയ കുട്ടികൾക്കായിട്ടുള്ള പാർക്ക്. പിന്നെ അത് കഴിഞ്ഞ് ഒരു കുളമുണ്ട് കേട്ടോ. പാർക്കിൻ്റെ സൈഡിൽ കൂടെ ഒരു ബ്രിഡ്ജ് ഉണ്ട് കേട്ടോ. ആ ബ്രിഡ്ജ് കയറി ചെല്ലുന്നത് ഹിപ്പോപ്പൊട്ടാമസ് ഒക്കെ ഉള്ള സ്ഥലത്തോട്ടോ. അങ്ങോട്ട് പോയി നോക്കാം. ഹിപ്പോപ്പൊട്ടാമസും പിന്നെ കുറേ വേറെന്തോ വലിയ ജീവിയൊക്കെ ഉണ്ട് കേട്ടോ. അതിനെ കാണാം. തൃശ്ശൂർ സൂവിൻ്റെ ഇങ്ങേ സ്ഥലമാണ്. അതായത് റോഡ് ക്രോസ് ചെയ്തൊരു ബ്രിഡ്ജുണ്ട്. ഓവർ ബ്രിഡ്ജ് കയറി ഇറങ്ങുമ്പോഴാണ് ഈ ജീവികളൊക്കെ ഉള്ളത്. ഒരു പ്രത്യേകതരം മാനൊക്കെ ഉണ്ട്. അത് പോയി നോക്കാം നമുക്ക്. ഇവിടെ കുറേ മ്ലാവൊക്കെ ഉണ്ട്. നിറയെ മ്ലാവ്. ഈ സൗത്ത് ഈസ്റ്റ് ഏഷ്യയിലാണ് ഇത് കൂടുതലും കാണുന്നത് കേട്ടോ. ഇന്ത്യയിൽ കാണപ്പെടുന്നതിൽ ഏറ്റവും വലിയ മാനാണ് ഇത്. മ്ലാവെന്നാണ് പറയുന്നത്. അപ്പോൾ ഞങ്ങൾ ഈ സൈഡിൽ കൂടെ വന്നപ്പോൾ കുറച്ച് മ്ലാവ് ഇവിടെ നിന്ന് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുക, ഇല തിന്നുകൊണ്ടിരിക്കുക. നമുക്ക് കാണാൻ പറ്റും. വലിയ സൈസ് ഉണ്ട് കേട്ടോ. നോർമൽ മാനിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നല്ല വലിപ്പമുള്ള ഇത് തന്നെ ജീവിയാണ് മ്ലാവ് കേട്ടോ. ഹിപ്പോപ്പൊട്ടാമസിനെയും മ്ലാവിനെയും കണ്ടിട്ട് നമ്മൾ നേരെ പോയത് അതിനുള്ളിൽ തന്നെ ഉള്ളൊരു ആർട്ട് മ്യൂസിയം ഉണ്ട് കേട്ടോ. അങ്ങോട്ടേക്കാണ്. അപ്പോൾ ടിക്കറ്റ് 10 രൂപയാണ്. ഫസ്റ്റ് റൂമിൽ കുറേ വെങ്കല പ്രതിമകളാണ് കേട്ടോ. ഇവിടെ കൂടുതലും വെങ്കല പ്രതിമകളും പിന്നെ പോട്ട് പിന്നെ അങ്ങനെയുള്ള കാര്യങ്ങളാണ് പണ്ട് ഉപയോഗിച്ചിരുന്നത് കേട്ടോ.
ഒരു ചീനഭരണിയാണ് ചൈനയിൽ നിന്നൊക്കെ വന്ന് ഇത് പണ്ട് സാധനങ്ങളൊക്കെ സൂക്ഷിച്ച് വെച്ചിരിക്കുക ചെയ്യുന്ന കുടം കേട്ടോ. നാടൻ കളിമൺ ഭരണി. ഇതിൽ ഇത് ദ്വാരപാലകൻ്റെ തടിയിൽ തീർത്തൊരു വിഗ്രഹം കേട്ടോ. ഇതൊരു വ്യാളി മുഖം. ഇതൊരു പഴയതരം മേശ. ദ്വാരപാലിക ഫോട്ടോഗ്രാഫ്സൊക്കെ ഉണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിൻ്റെ സ്റ്റെയർ കയറി മുകളിലേക്ക് പോയി എന്താ നോക്കാം. അപ്പോൾ സ്റ്റെയർ കയറി മുകളിൽ വരുമ്പോൾ ഫസ്റ്റ് റൂമിൽ കുറേ വിളക്കുകളാണ്, മെറ്റൽ ലാമ്പ്സ് ആണ് കേട്ടോ. പണ്ട് ഉപയോഗിച്ചിരുന്ന എല്ലാ തരത്തിലുള്ള ലാമ്പുകളും ഇവിടെ ഉണ്ട്. ഉണ്ടോ നിലവിളക്ക്, പിന്നെ നമ്മുടെ ഈ ദീപം പോകുന്ന അതിന് കുറേ വേർഷൻസ് വെറൈറ്റികളുണ്ട്. ഇതൊക്കെ തൂക്കുവിളക്കുകളാണ് കേട്ടോ. ഇഷ്ടംപോലെ വെറൈറ്റി തൂക്കുവിളക്കുകളുണ്ട് പണ്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഏകദേശം ഈ ചൈനീസിൻ്റെയൊക്കെ ഒരു ഡിസൈനുള്ളതും ഒക്കെ ഉണ്ട്, എല്ലാം ഉണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ ആ റൂം കഴിഞ്ഞിട്ട് നേരെ ഒരു കോറിഡോറാണ്. അത് കഴിഞ്ഞ് പോകുന്ന ഒരു കുറേ ഫോട്ടോഗ്രാഫ്സും വരച്ച ചിത്രങ്ങളൊക്കെ ഉള്ള റൂം മുറിയിലേക്കാണ്. അപ്പോൾ ആ റൂമിലേക്ക് കയറി വരുമ്പോൾ തന്നെ കുറേ ക്യാൻവാസിൽ ചെയ്തിട്ടുണ്ട്. അതെല്ലാം തുണിയിൽ വരച്ച ഇന്തോനേഷ്യൻ ചിത്രങ്ങളാണ് കേട്ടോ കാണിച്ചത്. ഇത് തുണിയിൽ നെയ്തെടുത്ത കൊച്ചി രാജാവിൻ്റെ കുറച്ച് പോർട്രേറ്റ്സ് ആണ്. ഒരു എക്സ്പ്രഷൻ പോലെ ഇവിടെ കുറേ കിണ്ടികളും ചെറിയ കുഞ്ഞു കുഞ്ഞു കിണ്ടികളും സ്പൂൺ അങ്ങനത്തെ കുറേ കാര്യങ്ങളാണ്. ഇവിടെ അല്ലേ നമ്മുടെ ഈ ഓരോ കരകൗശല വസ്തുക്കളാണ് കേട്ടോ. ഈ മുട്ട വരെ ഉണ്ടോ, സ്റ്റോൺ മേക്കൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ കുറേ ഫ്രൂട്ട്സൊക്കെ, ക്ലേ മോഡൽസ്, വെറൈറ്റി കളക്ഷൻസ് ആണ് കേട്ടോ. വെറൈറ്റി ഡിഫറൻസ് ആമടപ്പെട്ടികളാണ് കൊണ്ടുപോയിട്ടുണ്ട്. താഴേക്ക് ഇറങ്ങുന്നത് നമ്മൾ വരിക്കാശ്ശേരിയിൽ കണ്ട പോലത്തെ ഒരു സ്പൈറൽ ഗോവണിയുണ്ട്. നമുക്ക് അത് ഇറങ്ങി വേണം താഴേക്ക് പോകാൻ. അപ്പോൾ ഇത് ഇറങ്ങി വരുന്നത്, ഇറങ്ങി ചെല്ലുമ്പോൾ തന്നെ ഒരു റൈറ്റ് സൈഡിലായിട്ട് കുറച്ച് ഫോട്ടോഗ്രാഫ്സും കുറച്ച് സ്കൾപ്ചറൊക്കെ ഇരിപ്പുണ്ട്. ശക്തൻ തമ്പുരാൻ്റെയും പിന്നെ കുറച്ച് ഫോട്ടോഗ്രാഫ്സും പെയിൻറ്റിങ്സും എല്ലാം ഇരിപ്പുണ്ട്. രാമവർമ്മ തമ്പുരാൻ്റെ പടമൊക്കെ ഇരിപ്പുണ്ട്. അതുപോലെ ഇവിടെ ഒരു പുൽപ്പായുണ്ട്, പണ്ടുണ്ടാക്കിയ ഒരു പുൽപ്പായുണ്ട്. ഐക്യ കേരള വിജയ എന്തുവാ കൊച്ചി മഹാരാജാവ് അങ്ങനെ എന്തോ മനസ്സിൽ കൊണ്ട് ഇങ്ങനെ വാഴട്ടെന്ന് പറയും. ഇവിടെയൊക്കെ സ്കൾപ്ചേഴ്സാണ്, ഈ സ്റ്റോണിലും മെറ്റലൊക്കെ ഉണ്ടാക്കി. ഇവിടെ ഒരു മരം കൊണ്ട് അലങ്കാര ചെടികളും പെട്ടി, മരം കൊണ്ടുള്ള അലങ്കാര ചെടിയും പെട്ടിയാണ്. അത് രണ്ടും കൂടെ ഒരു ഒറ്റ പ്രതിമ പോലെ, ഒരു സ്കൾപ്ചർ, അതിൽ രണ്ടും ഒറ്റ രൂപത്തിൽ വരുന്ന പോലെയാണ് ചെയ്തേക്കുന്നത് കേട്ടോ. തടി കൊണ്ടുള്ള വിഗ്രഹങ്ങളാണ്, തടി കൊണ്ടുള്ള വിഗ്രഹങ്ങളും അന്നത്തെ കാലത്തുണ്ടാക്കിയ തടി കൊണ്ടുള്ള വിഗ്രഹങ്ങളാണ്. ഈ ആമടപ്പെട്ടിയാണ് മെയിൻ അട്രാക്ഷൻ കണ്ടോ. അത് ഈ വർക്ക് ഭയങ്കര രസമുണ്ടാകും. ആ ഒരു പൂക്കൾ കൊണ്ടുള്ള ഒരു വർക്കും അതിൻ്റെ കൺസ്ട്രക്ഷനും അത് ജോയിൻറ്റ് ചെയ്തിരിക്കുന്ന വിധം ഭയങ്കര രസമുണ്ട് കേട്ടോ കാണാൻ. അപ്പോൾ ആർട്ട് മ്യൂസിയത്തിൽ നിന്ന് ഇറങ്ങി ഇനി നമുക്ക് സൂവിനെ കുറച്ച് ഭാഗങ്ങളൊക്കെ കാണാനുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് സൂവിൻ്റെ ആ ഭാഗത്തേക്ക്, അതായത് കുറച്ചും കൂടെ കാണാനില്ല, നമ്മൾ അങ്ങോട്ടേക്ക് പോകാം. ഇത് നമ്മുടെ തോടിലും കുളത്തിലേക്ക് കണ്ടുവരുന്നു. ഇതിൻ്റെ ഒരു വലിയൊരു നീർക്കാക്ക ഇരിക്കുന്നുണ്ടോ. നീർക്കാക്കല്ല, അത് വേറെന്തോ ജീവി. അതിൻ്റെ അപ്പുറത്തായിട്ട് പുള്ളിമാനുണ്ട്, അതന്നെ കാണാം. നമ്മൾ ഗവിയിലും അവിടെ കണ്ടില്ലേ മാനുകൾ, ഗവിയിലും വയനാടായി കണ്ട പോലത്തെ മാനുകൾ.
നമ്മൾ ഈ ഉരകങ്ങളുടെ സെക്ഷനിലോട്ടാണ് കേട്ടോ കയറുന്നത്. ശംഖുവരയൻ, ചേര, പിന്നെ പെരുമ്പാമ്പ് കേട്ടോ. അവിടെ പെരുമ്പാമ്പതിൻ്റെ ഉള്ളിൽ കിടക്കും കേട്ടോ. ഉണ്ടോ ഉള്ളിലായിട്ട്. ഇവിടെ നേരത്തെ തന്നെ ഈ അപകട സാധ്യത പറഞ്ഞിട്ടുണ്ട്. അതായത് കൈവരിയിൽ നിന്ന് കയറി ഉള്ളിലേക്ക് പോകില്ലെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. പിന്നെ ഉരകങ്ങളല്ലേ, പാമ്പൊക്കെ ആയതുകൊണ്ട് കുറേ പാമ്പുകളുണ്ട്, നിറയെ പാമ്പുകളുണ്ട് കേട്ടോ. നീർക്കോലിയുടെ ഏരിയ. നീർക്കോലി, പിന്നെ മൂർഖൻ തോന്നുന്നുണ്ടോ, അതൊക്കെ കിടക്കണുണ്ടോ. ശംഖുവരയൻ നമുക്ക് വ്യക്തമായിട്ട് കാണാം കേട്ടോ. 2 പേരുണ്ട്. ഇതാണ് ഏറ്റവും ഫേമസ് ഇരുതല മൂരി കേട്ടോ. 2 സൈഡിലും തലയുള്ള പോലത്തെ ഈ മാർക്കറ്റിലൊക്കെ നല്ല വിലയുള്ള മീനാണ് ഇരുതല മൂരി. സൂവിൻ്റെ കാഴ്ച കണ്ടതിന് ശേഷം നമുക്കിനി ഉള്ളത് വേറൊരു മ്യൂസിയം കേട്ടോ. അതിൻ്റെ അടുത്ത് തന്നെ, നമ്മുടെ സൂവിൻ്റെ അടുത്ത് തന്നെയാണ് ആ മ്യൂസിയം ഉള്ളത്. ആ മ്യൂസിയത്തിൻ്റെ പേരാണ് മൾട്ടി പർപ്പസ് മ്യൂസിയം, വിവിധ ഉദ്ദേശ്യ മ്യൂസിയം. ടിക്കറ്റ് ഒരാൾക്ക് 10 രൂപ കേട്ടോ. കയറി ചെല്ലുമ്പോൾ തന്നെ ഫ്രണ്ടിൽ നമുക്കൊരു ആനയുടെ സ്കെൽട്ടൻ കാണാൻ പറ്റും കേട്ടോ. ഇവിടെ എല്ലാം മൃഗങ്ങളുടെ സ്റ്റഫ് ചെയ്ത രൂപങ്ങളൊക്കെയാണ് കേട്ടോ. ആനയുടെ സ്കെൽട്ടൺ, ഫുൾ സ്കെൽട്ടൺ അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഭയങ്കര രസമുണ്ട് ഇവിടെ കാണാൻ. പിന്നെ ഇവിടെ ഓരോ ജീവികളെ ഇതിൻ്റെ അകത്ത് ഫോർമാലിട്ട് വെച്ചിരിക്കുകയാണ് കേട്ടോ. നിറയെ പേരുണ്ട്, നിറയെ ജീവികളുണ്ട്. പിന്നെ ഇവിടെ കുറേ സ്കെൽട്ടൺസും ഉണ്ട് കേട്ടോ. ഇതൊരു കുതിരയുടെ അസ്ഥികൂടമാണ്, ഇതൊരു മനുഷ്യൻ്റെ, അതൊരു സ്കൾ ഓഫ് വെയിൽ, ദിവിംഗലത്തിൻ്റെ തലയോടാണ്. ഇതൊരു സിംഹത്തിൻ്റെ സ്കെൽട്ടനാണ് കേട്ടോ. ഇവിടെ നമ്മുടെ ഈ പണ്ട് നമ്മൾ +2 ചെയ്ത പോലത്തെ ഈ ചെടികൾ വെച്ചിട്ട് നമ്മൾ ചെയ്യില്ലേ, ഹെർബേറി എന്ന് പറഞ്ഞിട്ട്, അതിൻ്റെ കുറേ ഉണ്ട് കേട്ടോ. കുറേ ഹെർബേറിയങ്ങൾ അതിൻ്റെ കുറേ പകർപ്പുകളുണ്ട്. ഇത് ചകിരിനാര് കൊണ്ടുള്ള സഞ്ചി, പിന്നെ ചകിരിനാരുണ്ട് തിരശീല, പിന്നെ പരവതാനി, അതൊക്കെയാണ്. ഇതൊരു വലിയ തടിയുടെ, അതായത് അതിൻ്റെ കാതൽ എന്നൊക്കെ പറയില്ലേ, അതാണ് കേട്ടോ. വലിയൊരു മരമാണ്. നേരിട്ട് കാണുമ്പോൾ ഭയങ്കര വലിപ്പം തോന്നും. അപ്പോൾ ഗൈസ്, നമ്മൾ സൂവും മ്യൂസിയവും കണ്ടു കഴിഞ്ഞു. ഇനി നമ്മൾ പോകുന്നത് വടക്കുംനാഥ ക്ഷേത്രത്തിൻ്റെ റൗണ്ട് ഉണ്ട്. അപ്പോൾ അങ്ങോട്ടേക്കാണ് പോകുന്നത്. തൃശ്ശൂർ റൗണ്ടൊക്കെ പോയി കുറച്ച് നേരം ഇരുന്ന് കുറച്ച് നേരം വൈബൊക്കെ ചെയ്ത് തിരിച്ച് നമ്മൾ വീട്ടിലേക്ക് പോകും. വടക്കുംനാഥ ക്ഷേത്രത്തിൻ്റെ റൗണ്ടിലെത്തി കുറച്ച് നേരം ഇരുന്നു. ഇതോടുകൂടി തൃശ്ശൂർ ട്രിപ്പ് കഴിയാണ് കേട്ടോ. നിങ്ങൾ എൻ്റെ ഇത് മുന്നേ ഉള്ള വീഡിയോസൊന്നും കണ്ടിട്ടില്ലെങ്കിൽ കാണാം. ഇതിൻ്റെ ലിങ്കെല്ലാം ഞാൻ വീഡിയോസിൽ കൊടുത്തേക്കാം. തിരുവനന്തപുരം തൊട്ട് കാസർഗോഡുള്ള ജില്ലകളിൽ പോയിട്ടുള്ള വീഡിയോസ് ഉണ്ട്. നിങ്ങൾ ഓരോന്നായിട്ട് കാണാം. അതിൻ്റെ ഫീഡ്ബാക്ക് എനിക്ക് കമൻറ്റിലൂടെ അറിയിക്കണം കേട്ടോ. പിന്നെ അതുകൂടാതെ നിങ്ങൾ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. പുതിയ സ്ഥലങ്ങളിലെ അടിപൊളി വിശേഷങ്ങളുമായിട്ട് ഞാൻ വരും വീഡിയോസിൽ നിങ്ങളുടെ അടുത്ത് എത്തും. നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യണം. പഴയ വീഡിയോസിലെല്ലാം കാണണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്.